ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ 9th ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രം മഗധ ടു തനേഷ് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 7 limbs, അതായത് സപ്തംഗാസിനെ കുറിച്ചും പിന്നെ കൗടില്യയുടെ അർത്ഥശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ചന്ദ്രഗുപ്ത മൗര്യയുടെ കിങ്ഡമിനെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുത്തെ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദ ഫസ്റ്റ് എംപയർ ഇൻ ഇന്ത്യ വിത്ത് മഗധ ആസ് ഇറ്റ്സ് സെൻറ്റർ. മഗധ കേന്ദ്രീകരിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം രൂപപ്പെടാനുള്ള സാഹചര്യം ചർച്ച ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് കൊടുക്കാം. Magadha was able to control trade through the rivers. Elephants captured from here gave added strength to the army of Magadha. Another factor is the forests, the food hills of the Himalayas. Rich deposit of iron ore enabled production of weapons and agriculture implements in plenty. These factors gave Magadha an advantage over the Mahajanapadas. അതായത് മഗധ രാജ്യത്തിലുള്ള ട്രേഡ് നദിയിലൂടെയൊക്കെ പോകാനുള്ള കൺട്രോളുള്ള ഒരു രാജ്യമായിരുന്നു. പിന്നെ ഭയങ്കര വലിയ തോതിലുള്ള അയൺ ഡെപ്പോസിറ്റ് അവരെ വെപ്പൺസിൻ്റെയും അഗ്രികൾച്ചർ ഇംപ്ലിമെൻറ്റ്സിൻ്റെയും പ്രൊഡക്ഷനിൽ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഇതുപോലുള്ള കുറച്ച് ഫാക്ടേഴ്സാണ് മഗധ കേന്ദ്രീകരിച്ചുള്ള ഇന്ത്യയിലാദ്യത്തെ സാമ്രാജ്യം ഉൾപ്പെടാനുള്ള കുറച്ച് സാഹചര്യങ്ങൾ. അപ്പം നമുക്കിതിൽ കൂടുതൽ പോയിൻറ്റ്സ് കണ്ടെത്താം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. അവിടെ ഒരു ചെറിയതാണ് പറയുന്നത്. ചന്ദ്രഗുപ്ത മൗര്യ വാസ് സക്സസീഡ് ബൈ ബിന്ദുസാര. അശോക ബിക്കം ദ റൂളർ ഓഫ് ദ മൗര്യ എംപയർ ആഫ്റ്റർ ബിന്ദുസാര. ഹി എക്സ്റ്റെൻഡഡ് ദ എംപയർ കോൺക്വറിങ് കലിംഗ ആൻഡ് കാശ്മീർ. അതായത് ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം അധികാരത്തിൽ വന്ന ആളാണ് ബിന്ദുസാരൻ. ആ ബിന്ദുസാരന് ശേഷം അധികാരത്തിൽ വന്ന ആളാണ് അശോകൻ, അതായത് അശോക ചക്രവർത്തി. കലിംഗയും കാശ്മീരും അദ്ദേഹം കീഴടക്കിക്കൊണ്ട് സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. അപ്പോൾ പേജ് നമ്പർ 154 നമുക്കൊരു മാപ്പ് കാണാം. അത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കലിംഗി കാശ്മീരും കീഴടക്കിക്കൊണ്ടുള്ള അശോക ചക്രവർത്തിൻ്റെ മഗധ രാജ്യത്തിൻ്റെ ഒരു മാപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ രാജ്യത്തിൻ്റെ സ്ട്രെങ്ത്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ ഒരു മാപ്പിൽ ഭാഗങ്ങളും അശോക ചക്രവർത്തിയുടെ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടതായിരുന്നു. അടുത്തായിട്ട് നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കാണാം, അശോക ആൻഡ് ദമ്മ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. In the past, killing or harming living beings and dishonoring relatives, Brahmanas and Shramanas existed. We have to thank the king Piyadasi, who was the beloved of gods. Because of his award that there was in the empire Kizat, the sound of the drum has been replaced by Dhamma. By practicing Dhamma, people restrained from killing living beings. They started respecting relatives, Brahmins and Shramans. They obeyed their mother, father and elders. In this way, Dhamma went to spreading further. അപ്പോൾ നമുക്കിതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. അതായത് ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത് കുറേ മുമ്പുണ്ടായിരുന്ന കാലങ്ങളിലെല്ലാം പിന്നെ ജീവജാലങ്ങളെ കൊല്ലുന്നതും ആക്രമിക്കുന്നതും പിന്നെ റിലേറ്റീവ്സിന്, ബ്രാഹ്മൺസിന്, ശ്രമൺസിനൊക്കെ മിസ്ബിഹേവ് ചെയ്യുന്നതൊക്കെ പതിവായിരുന്നു. ബട്ട് എന്നാൽ ഇന്ന് ദൈവങ്ങളുടെ രാജാവായ പിയാദസിയോട് നന്ദി പറയേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് രാജ്യത്ത് യുദ്ധങ്ങളുടെ പെരുമ്പറ നിലച്ചിരിക്കും. അതായത് യുദ്ധങ്ങളിപ്പോൾ ഉണ്ടാവാറേ ഇല്ല. ആദ്യം യുദ്ധങ്ങളും പിന്നെ ഒരു റെസ്പെക്റ്റ് ഒന്നും ഇല്ലാത്തൊരു രാജ്യത്തിപ്പോൾ യുദ്ധങ്ങളൊന്നും ഇല്ല. പകരം എല്ലായിടത്തും ധമ്മ മുഴങ്ങിക്കേൾക്കുന്നു. ധമ്മ പാലിക്കുന്നതിലൂടെ ജീവജാലങ്ങളെ കൊല്ലുന്നില്ല.
തമ്മേലുള്ള കാര്യങ്ങളനുസരിച്ച് ഇവർ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ജീവജാലങ്ങളെ കൊല്ലുന്നത് നിർത്തി. പിന്നെ ബന്ധുജനങ്ങളെയും ബ്രാഹ്മണരെയും ശ്രമണരെയും ഒക്കെ ബഹുമാനിക്കാൻ തുടങ്ങി. ആദ്യം റെസ്പെക്റ്റ് ചെയ്യാതിരുന്ന ആൾക്കാർ ധമ്മ അറിയുന്നതിലൂടെ അവരെ എല്ലാം ബഹുമാനിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ മാതാവിനെയും പിതാവിനെയും മുതിർന്നവരെ എല്ലാം മുമ്പത്തെക്കാളും അനുസരിക്കാൻ വേണ്ടി തുടങ്ങി. ഇത്തരത്തിൽ ധമ്മ വ്യാപിച്ചു കൊണ്ടേയിരുന്നു. അതാണ് ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു ഭാഗം നമുക്ക് വായിക്കാം. ഗിവൻ എബവ് ഈസ് ദ ധമ്മ എഡിക്റ്റ് ഓഫ് അശോക. മുകളിൽ കൊടുത്തിട്ടുള്ളത് അശോകയുടെ ധമ്മ എഡിക്റ്റ് ആണ്. ഇൻ ദിസ് അശോക ഈസ് റെഫേർഡ് ആസ് പിയാദസി. ഇതിലൊരു പിയാദസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കിങ് ഓഫ് ഗോഡിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അത് അശോക ചക്രവർത്തി തന്നെയാണെന്നാണ് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ കാണാം. വാട്ട് ഡീറ്റെയിൽസ് ക്യാൻ യു ഗാദർ ഫ്രം ദിസ് എഡിക്റ്റ് അബൌട്ട് ദ ധമ്മ ഓഫ് അശോക? അശോകയുടെ ഈ ഒരു ധമ്മയെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഒരു എഡിക്റ്റ് നമുക്ക് ലഭിക്കുന്നത്? ഒരു പോയിൻ്റ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അനിമൽ സാക്രിഫൈസ് വാസ് നോട്ട് പെർമിറ്റഡ്. മൃഗബലി പാടില്ല. അപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് എഴുതാം. കീസഡ് ദ വാർസ്, അതായത് യുദ്ധങ്ങളൊക്കെ നിലച്ചു. ദേ ഒബേ ദെയർ ഫാദർ ആൻഡ് എൽഡേഴ്സ്. അവർ അവരുടെ മാതാവിനെയും പിതാവിനെയും മുതിർന്നവരെയും അനുസരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ദ സ്റ്റാർട്ട് റെസ്പെക്ടിങ് റിലേറ്റീവ്സ് ബ്രാഹ്മൺസ് ആൻഡ് ശ്രമണസ്. അവർ ബ്രാഹ്മൺസിനെയും ശ്രമണസിനെയും റിലേറ്റീവ്സിനെയും റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഒരു ബ്ലൂ കോളം കാണാം. ധമ്മ. ദ വേർഡ് ധമ്മ ഈസ് ദ പ്രാകൃത് ഫ്രം ദ സംസ്കൃത് വേർഡ് ധർമ്മ. സംസ്കൃത ഭാഷയിലെ ധർമ്മം എന്ന വാക്കിൻ്റെ പ്രാകൃത് ഭാഷയിലെ രൂപമാണ് ധമ്മ. ഓക്കെ, അപ്പോൾ ഒരു ഡിസ്ക്രിപ്ഷൻ കാണുന്നുണ്ട്. അശോക വാസ് ഇൻസ്പയർഡ് ബൈ ബുദ്ധിസം ടു പ്രൊക്ലെയിം ധമ്മ. ധമ്മ നടപ്പിലാക്കാൻ അശോക ചക്രവർത്തിനെ ഇൻസ്പയർ ചെയ്തത് ബുദ്ധമതായിരുന്നു. ബട്ട് ദ ഐഡിയാസ് ഓഫ് വാരിയസ് റിലിജൻ ക്യാൻ ബി സീൻ ധമ്മ. എന്നാൽ വിവിധ മതങ്ങളിലുള്ള ആശയങ്ങൾ നമുക്ക് ധമ്മയിൽ കാണാം. He considered the relation between the king and his people similar to relation between father and children. ഒരു രാജാവും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തെ അദ്ദേഹം ഒരു പിതാവും മകനും തമ്മിലുള്ളൊരു ബന്ധത്തെ പോലെയാണ് കണ്ടിരുന്നത്. He lessened the punishment and urged for a simple living. അതായത് അദ്ദേഹം ശിക്ഷകൾ ലഘൂകരിക്കുകയും ലളിത ജീവിതത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. നമുക്കൊരു ക്വസ്റ്റ്യൻ അവിടെ കാണാം. വാട്ട് വർ ദ എയിംസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ധമ്മ? ധമ്മ നടപ്പിലാക്കിയതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? അപ്പോൾ അവിടെ തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ട്. യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ഫ്രം ദ ഗിവൺ മാപ്പ് ഹൗ എക്സ്റ്റെൻഡ് വാസ് ദ മൗര്യ എംപയർ ഡ്യൂറിങ് ദ റെയിൻ ഓഫ് അശോക. നമ്മൾ നേരത്തെ ഒരു മാപ്പ് കണ്ടിരുന്നല്ലോ. അപ്പോൾ അതിൽ നമ്മൾ അശോക ചക്രവർത്തിൻ്റെ സാമ്രാജ്യം എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ദ വാസ് എ സുപ്രീം നീഡ് ടു ഇൻസ്റ്റിൽ unity, peace and harmony among the people in the vast country where the Brahmanas and non-Brahmanas Shramanas inhabited. അതായത് അത്രയ്ക്കും വിശാലമായിട്ടുള്ളൊരു രാജ്യത്ത് ബ്രാഹ്മണരല്ലാത്ത ശ്രമണരും ജൈനർ, ബൗദ്ധർ, അജീവന്മാർ തുടങ്ങിയവർ താമസിക്കുന്ന രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ യുണൈറ്റി, ഐക്യവും, പീസ്, സമാധാനവും, ഹാർമണി, സൗഹാർദ്ദവും നിലനിർത്തേണ്ടത് രാജാവിനെ സംബന്ധിച്ച് അനിവാര്യമായിരുന്നു. സോ ദിസ് മോട്ടിവേറ്റഡ് അശോക ടു ഇൻട്രൊഡ്യൂസ് ദ ധമ്മ. ഈ ഒരു കാര്യമാണ് അശോക ചക്രവർത്തി ധമ്മ എന്ന ആശയം നടപ്പിലാക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കാണാം. അശോക ഹാഡ് ക്ലിയർ പൊളിറ്റിക്കൽ എയിംസ് വൈൽ ഇംപ്ലിമെൻറ്റിംഗ് ദ ധമ്മ. വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടിയാണ് അശോക ചക്രവർത്തി ധമ്മ നടപ്പിലാക്കിയത്. സബ്സ്റ്റാൻറ്റിയേറ്റ് അതിനെപ്പറ്റി പറയാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കുറച്ച് പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ധമ്മ മീൻസ് എ യൂണിവേഴ്സൽ ലോ ഓർ റൈറ്റ്നെസ്. Diverse religions interests exist in India during the reign of the Mauryas. The ideological conflict between Vedic and Shramana religion created social and religious tension. The factor encouraged Ashoka to initiate the policy of Dhamma to eliminate social and religious tensions and to promote harmony. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഉള്ളൊരു പാരഗ്രാഫ് നോക്കാം. In order to propagate and make people aware of his ideas and rules, Ashoka erected edicts in various parts of the country and made inscription on rocks. Most of them were near cities and highways. The edicts can be classified as major rock edicts, minor rock edicts and pillar edicts. These edicts are also examples of artistic skill of that period. അതായത്
അശോക ചക്രവർത്തി തൻ്റെ ഐഡിയാസും പിന്നെ കൽപ്പനകളൊക്കെ ജനങ്ങളിലെത്തിക്കാനായിട്ട് രാജ്യത്തിന് വിവിധ ഭാഗങ്ങളിൽ എഡിക്ട്സുകൾ സ്ഥാപിക്കുകയും പാറകളുടെ കൊത്തിവെക്കുകയും ചെയ്തു. പാതകളുടെ വശങ്ങളിലും നഗരങ്ങൾക്ക് സമീപമാണ് ഇവ കൂടുതൽ സ്ഥാപിച്ചത്. അതായത് ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്ന സ്ഥലങ്ങളായിരുന്നു ഇവ സ്ഥാപിച്ചിരുന്നത്. വലിയ ശിലാശാസനങ്ങൾ, ചെറിയ ശിലാശാസനങ്ങൾ, സ്തംഭശാസനങ്ങൾ എന്നിങ്ങനെ അവയെ തിരിക്കാം. These edicts are also examples of artistic skill of that period. ഈ ശാസനങ്ങൾ അക്കാലത്തെ വലിയ ആർട്ടിസ്റ്റിക് സ്കിൽസായിട്ട് നമുക്ക് പറയാം. പിന്നെ അവിടെ ഒരു ബ്ലൂ കോളത്തിൽ അശോക ശാസനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നോക്കാം. അതിൽ പറയുന്നത് അശോക ശാസനങ്ങൾ ഭൂരിഭാഗ ശാസനങ്ങളും ബ്രഹ്മലിപിയിലാണ് എഴുതപ്പെട്ടിരുന്നത്. 1837 ജെയിംസ് പ്രിൻസിപ്പാണ് ഇത് വായിച്ചത്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് കാണപ്പെട്ട ചില ശാസനകൾ ഖരോഷ്ടി ലിപിയിലാണ് എഴുതിയിരുന്നത്. ഇവിടെ നിലനിന്നിരുന്ന പേർഷ്യൻ സ്വാധീനമാണ് ഇതിന് കാരണമായത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ലഭിച്ച അരാമിക്, ഗ്രീക്ക് ലിപികളിലാണ് തയ്യാറാക്കിയിരുന്നത്. പ്രാകൃത് ഭാഷയാണ് ഭൂരിഭാഗ ശാസനകൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അടുത്തായിട്ട് ആ ശാസനകളുടെ പിക്ചർ കാണിക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് പില്ല എഡിക്റ്റ്, പിന്നെ രൂപ്നാഥ് എഡിക്റ്റ്, ദ്വാലി എഡിക്റ്റ്, പിന്നെ പില്ല എഡിക്റ്റ് ഇൻ വൈശാലി. ആദ്യത്തെ പില്ല എഡിക്റ്റ് ഡൽഹിയാണ്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അത് കാണാം. അപ്പോൾ അടുത്തായിട്ടൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ മാപ്പ് കെയർഫുള്ളി ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ പ്ലേസസ് ഫോർ ദ എഡിക്ട്സ് ഓഫ് അശോക വർ സെറ്റപ്പ്. ഭൂപടം പരിശോധിച്ച് അശോക ശാസനങ്ങൾ നിലനിന്നിരുന്ന സ്ഥലങ്ങൾ പട്ടികയിൽ എഴുതുക. അതായത് ഇവിടെ അതിൻ്റെ തൊട്ട് മുന്നത്തെ പേജിൽ ഒരു മാപ്പിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതായത് എവിടേക്കാണ് വലിയ ശിലാശാസനങ്ങൾ, എവിടേക്കാണ് ചെറിയത്, എവിടേക്കാണ് സ്തംഭശാസനങ്ങൾ എന്ന് കാണിക്കുന്നുണ്ട്. അതിന് ഓരോ ഐക്കണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് നമുക്ക് ഒരു കോളത്തിലേക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് വലിയ ശിലാശാസനകളും ചെറിയ ശിലാശാസനകളും സ്തംഭശാസനങ്ങളും ഏതൊക്കെ സ്ഥലത്താണെന്ന് നോക്കാം. അവിടെ ഐക്കൺ കൊടുത്തിട്ടുള്ളത് വലിയ, അതായത് മേജർ റോക്ക് എഡിക്ട്സിന് അവിടെ ഒരു കളേർഡ് ആയിട്ടുള്ള ഒരു സ്ക്വയറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെ ഭാഗത്താണുള്ളത് നോക്കാം. കാണ്ഡഹാർ, ഷബസ്ഗാഡി, മൻസേര, കൽസി, പിന്നെ ഗിർനാർ, സൊബാര, സന്നതി, ജൗഗഡ, ധൗളി, എരാഗുഡി. ഈ പ്ലേസിലാണ് മേജർ റോക്ക് എഡിക്ട്സ് ഉള്ളത്. അടുത്ത നമുക്ക് മൈനർ റോക്ക് എഡിക്ട്സ് നോക്കാം. ലാംബഗ, ലഗ്മൻ, ബഹപൂർ, ബൈറാത്ത്, ഗുജാർ, സാരനാഥ്, രൂപ്നാഥ്, മാസ്കി, ബ്രഹ്മഗിരി. ഈ പ്ലേസസിലാണ് മൈനർ റോക്ക് എഡിക്ട്സ് ഉള്ളത്. അടുത്തത് പില്ല എഡിക്ട്സ്, അതായത് സ്തംഭശാസനകൾ എവിടെയൊക്കെയാണെന്ന് നോക്കാം. കാണ്ഡഹാർ, ടൊപ്പാര, മീററ്റ്, സാഞ്ചി, അമരാവതി, ലൗരിയ അരരാജ്, രാംപൂർവ, ലൗരിയ നന്ദൻഗഡ്, ലുംബിനി. ഈ പ്ലേസസിലാണ് നമ്മുടെ മൈനർ റോക്ക് എഡിക്ട്സ്, മേജർ റോക്ക് എഡിക്ട്സ്, പില്ലർ റോക്ക് എഡിക്ട്സ് ഒക്കെ ഉള്ളത്. ഓക്കെ, ബൈ. താങ്ക് യു.